അടുത്ത ശ്രീ KP മോഹനൻ, അങ്ങേക്ക് 8 മിനിറ്റ് എടുക്കാം. ഈ 3 ധനാഭ്യർത്ഥനകളെയും ഞാൻ പിന്തുണയ്ക്കുകയാണ് സാർ. മൃഗസംരക്ഷണ മേഖലയിലും വനം മേഖലയിലും സ്തുത്യർഹമായ പ്രവർത്തനമാണ് സാർ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. സാർ, മൃഗസംരക്ഷണ മേഖലയിൽ മൃഗചികിത്സ, രോഗനിർണയവും നിരീക്ഷണവും, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, വിവിധ ലാബുകളുടെ വികസനം തുടങ്ങി ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനവുമായിട്ടാണ് മൃഗസംരക്ഷണ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. സാർ, അടിയന്തര ഘട്ടങ്ങളിൽ കർഷകരുടെ വീട്ടുപടിക്കലെത്തി ചികിത്സിക്കുന്നതിനും രാത്രികാലങ്ങളിലെ അടിയന്തര ചികിത്സ തിരഞ്ഞെടുക്കപ്പെട്ട മൃഗാശുപത്രികളിൽ ലഭ്യമാക്കി വരുന്നുണ്ട് സാർ. കന്നുകാലികളുടെ പരിപാലനത്തിനും ചികിത്സയ്ക്കും വേണ്ടിയുള്ള മൊബൈൽ വെറ്റിനറി യൂണിറ്റിൻ്റെ സേവനം വ്യാപകമാക്കണം സാർ. കന്നുകാലികൾ പലതരത്തിലുള്ള രോഗങ്ങൾ കാരണം മരണപ്പെടുന്നത് കർഷകർക്ക് നിരാശയും നഷ്ടവും ഉണ്ടാക്കുകയാണ്. ഞാൻ പലപ്പോഴായിട്ട് സന്ദർശിച്ചിട്ടുണ്ട്. ഈ കീടങ്ങൾ നഷ്ടപ്പെട്ടവരെയെല്ലാം സന്ദർശിച്ചപ്പോൾ അവരുടെ വേദന വലുതാണ് സാർ. സാധാരണ കർഷകരാണ് സാർ ഈ രംഗത്തുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ സമഗ്ര കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിയായ ഗോസമൃദ്ധി പദ്ധതി കന്നുകാലികൾ മരണപ്പെട്ടാലും ഉൽപ്പാദന ശേഷി നഷ്ടപ്പെടുന്നത് മൂലം കർഷകനുണ്ടാകുന്ന നഷ്ടം പരിഹരിച്ച് അവരെ മൃഗസംരക്ഷണ മേഖലയിൽ തന്നെ നിലനിർത്തുന്നതിന് സഹായകരമായിട്ടുണ്ട് സാർ. പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കന്നുകുട്ടി പരിപാലന പദ്ധതി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കും സാർ. പ്രസ്തുത പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയാൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം സാർ. ഇതോടൊപ്പം തന്നെ എനിക്കൊന്ന് ഒരു അഭ്യർത്ഥന വെക്കാനുള്ളത്, നമ്മുടെ പ്രാദേശിക തലത്തിൽ കാർഷിക വികസന സമിതികളുണ്ട്. അതുപോലെ നമ്മുടെ ക്ഷീര കാർഷിക വികസന സമിതികൾ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കർഷകരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള സംവാദം സംഘടിപ്പിച്ചാൽ കുറേ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുകയും അവർക്ക് പരിഹാരം കാണാനും സാധിക്കുക സാർ. കന്നുകുട്ടികൾക്ക് സബ്സിഡി നിരക്കിൽ തീറ്റയും ഇൻഷുറൻസ് പരിരക്ഷയും ചികിത്സാ സേവനവും നൽകുന്ന ഗോവർദ്ധിനി പദ്ധതി കർഷകർക്കേറെ ആശ്വാസകരമായി മാറിയിട്ടുണ്ട് സാർ. കർഷകർക്ക് ആവശ്യമായ തീറ്റപ്പുല്ല് ലഭ്യമാക്കാത്തതിനാണ് പ്രധാന പ്രശ്നം. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലും പാതയോരങ്ങളിലും സൗകര്യപ്രദമായ മറ്റു സ്ഥലങ്ങളിലും തീറ്റപ്പുൽ കൃഷി വ്യാപകമാക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കണം സാർ. മൃഗസംരക്ഷണ മേഖലയുടെ സമഗ്ര വികസനവും കർഷകരുടെ വരുമാന വർധനവും ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന മാതൃകാ മൃഗസംരക്ഷണ ഗ്രാമം പദ്ധതി കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കണം സാർ. അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗുണകരമായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാർ. കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അന്ന് നമ്മുടെ വെച്ചൂർ പശുക്കളെക്കുറിച്ചൊക്കെ തന്നെ പലപ്പോഴായിട്ട് ഇവിടെ സൂചിപ്പിക്കാറുണ്ട്. അങ്ങ് തന്നെ 12/9/2023 നൽകിയ ഒരു ഉത്തരത്തിൽ പറയുന്നുണ്ട്, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ കീഴിൽ മണ്ണുത്തിയിലെ വെച്ചൂർ ഫാമിൽ 200 വെച്ചൂർ പശുക്കളെയും 25 കാസർഗോഡ് കുള്ളൻ പശുക്കളെയും സംരക്ഷിക്കുന്നുണ്ട് സാർ. ഈ വെച്ചൂർ കാസർഗോഡ് കുള്ളൻ എന്ന് പറയുന്നത് നമ്മുടെ അമൂല്യമായ സമ്പത്താണ് സാർ. അതിൻ്റെ മൂത്രവും പാലും ഏറ്റവും ഗുണകരമായിരുന്നത് ഒരുപാട് അസുഖങ്ങൾക്കടക്കം ഗുണമുണ്ട്. മൂത്രം ഇന്ന് ആയുർവേദ മരുന്നുകൾക്ക് അടക്കം ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ പദ്ധതി കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടത് കുറച്ചുകൂടി കാസർഗോഡ് ഉള്ളൻ വെച്ചൂർ പശുക്കളെ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൂടി സ്വീകരിക്കണം എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് സാർ. നമുക്കറിയാം, നമ്മുടെ സ്വയം പര്യാപ്തത വളരെ പ്രധാനപ്പെട്ടതാണ് സാർ. സ്വയം പര്യാപ്തത എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, ഖത്തറിലിപ്പോൾ ബെൽഗാന എന്ന് പറയുന്നൊരു വലിയൊരു സംഭവമുണ്ട്. അത് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ഖത്തറിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളും പാലും അടക്കമുള്ള നിരോധിക്കപ്പെട്ടപ്പോൾ എങ്ങനെ നമ്മളിതിൽ നിന്ന് സംരക്ഷിക്കപ്പെടുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഖത്തർ ഗവൺമെൻറ്റിനെ മുന്നോട്ട് വെച്ചത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും, സ്വിറ്റ്സർലൻഡിൽ നിന്നും സ്വീഡനിൽ നിന്നും അമേരിക്കയിൽ നിന്നും പശുക്കളെ ഇറക്കുമതി ചെയ്തു. 2500ഓളം പശുക്കളെ ആദ്യം ഇറക്കുമതി ചെയ്തു. അങ്ങനെ അവിടെ ഒരു ബൽദാന എന്ന് പറഞ്ഞാൽ അത് കാണേണ്ട സംഭവം തന്നെയാണ് സാർ. ഞാനവിടെ സന്ദർശിച്ചിട്ടുണ്ട്, ഇപ്പോൾ അടുത്താണ്, ഒരു 1.5 വർഷം മുമ്പ്. അപ്പോൾ അത് അവിടെ തന്നെ കറവയും യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കറവ ഒക്കെ നടന്നു വരികയാണ് സാർ. അവിടെ ഇപ്പോൾ ഏകദേശം 8,000ഓളം പശുക്കളായി. അവർക്ക് കൂടുതലായിട്ട് വന്നിരിക്കുകയാണ്. അത് കൂടുതലായി വന്ന പാലും അതിൻ്റെ പാലിൽ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇന്ന് കയറ്റി അയക്കുന്ന രൂപത്തിലേക്ക് വരികയാണ്. ഒരുപാട് പണമാണ് ഖത്തർ അതിനെക്കൊണ്ട് മാത്രം ഇപ്പോൾ സമ്പാദിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് വരുത്താനും നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാർ. കേരളത്തിലെ മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും സ്വയം പര്യാപ്തത നേടുന്നതിനുമായി സംസ്ഥാനത്ത് മുട്ടക്കോഴി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുകയും വ്യാപകമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. കോഴിമാംസത്തിൻ്റെയും കോഴിമുട്ടയുടെയും കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് എന്നത് മലയാളിയുടെ സ്വപ്നമാണ് സാർ. കേരളത്തിൻ്റെ ഭക്ഷ്യ സംസ്കരണത്തിൽ ഇനിയൊരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത വിധം
കോഴിയിറച്ചിയും കോഴിമുട്ടയും മലയാളിയുടെ പ്രധാന ഭക്ഷണമായി മാറിക്കഴിഞ്ഞു സാർ. അതിനാൽ നമ്മുടെ കോഴിയിറച്ചിയുടെയും മുട്ടയുടെയും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കണം സാർ. സാർ, കെപ്കോ മുഖേന വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് സാർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് കൂടുതൽ തുക ഈ മേഖലയ്ക്ക് അനുവദിക്കുന്നതിനുള്ള നടപടി ഉണ്ടാവണം സാർ. പാവപ്പെട്ട കർഷകർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം സാർ. പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൻ്റെ ഭാഗമായി ക്ഷീരമേഖലയിൽ നിന്നുള്ള ചില കർഷകരുടെ കൊഴിഞ്ഞുപോക്ക് തടയുവാനും പുതിയ കർഷകരെ മേഖലയിലേക്ക് ആർഷിക്കുന്നതിന് സാധിക്കും സാർ. നമുക്കറിയാം, ഇന്ന് ആനന്ദ്, അമൂൽ എന്നൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് സാർ. അവിടെയൊക്കെ തന്നെ സൊസൈറ്റികളാണ് സാർ, ക്ഷീര സൊസൈറ്റികൾ. ഒരുപാട് ക്ഷീര സൊസൈറ്റികളുണ്ട്. ആ സൊസൈറ്റികളൊക്കെ തന്നെ നമ്മൾ അവിടെ പോയാൽ മനസ്സിലാക്കാൻ സാധിക്കും. സൊസൈറ്റിയിൽ നിന്ന് ക്ഷീര കർഷകർ രാവിലെ പാലുമായി വന്ന് അളന്ന് അതിൽ നിന്നുള്ള വരുമാനം എടുത്ത് കൊണ്ടുപോയി ബാങ്കിലിട്ട്, ബാങ്കിൽ നിന്ന് നല്ല വരുമാനമാണ് കർഷകർക്ക്. കർഷകരുടെ സംരക്ഷണം കൂടി, പശുക്കളെ കീടങ്ങളെ മാത്രമല്ല കർഷകരുടെ കൂടി സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടാണ് ആനന്ദിലും അവിടെയൊക്കെ തന്നെ ആനന്ദ് ക്ഷീര സൊസൈറ്റിയിലൊക്കെ തന്നെ ആളുകളെ അവിടെ കറവുമായി വരുന്നത്. അതുകൊണ്ട് അവരുടെ സംരക്ഷണം കൂടി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്ക് കാർഷിക ക്ഷേമ ബോർഡുണ്ട് സാർ, കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ളതുപോലെ തന്നെ. അതേപോലുള്ള ആ ക്ഷേമ ബോർഡിൽ നമ്മുടെ കർഷകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ സാധിക്കണം സാർ. സാർ, ഈ ആനന്ദ് അമൂൽ ബോർഡ് അവിടെ തന്നെ ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. അതേ രൂപത്തിൽ നമുക്ക് കേരളത്തിലും അതേ രൂപത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കതിനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം സാർ. സാർ, ക്ഷീര കർഷകർക്ക് ഏറ്റവും കൂടുതൽ വില നൽകുന്നത് കേരളമാണെങ്കിലും ഉൽപ്പാദന ചെലവ് കൂടുതലുള്ള സംസ്ഥാനവും കേരളമാണ് സാർ. അതുകൊണ്ട് തന്നെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനുള്ള പദ്ധതികളുടെയും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ചും ക്ഷീരോത്പാദനം കൂട്ടുന്നതിനോടൊപ്പം കന്നുകാലികളുടെ പരിപാലന ചെലവ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നത് സർക്കാരിൻ്റെ ലക്ഷ്യമായിരിക്കണം സാർ. കേരളത്തിൻ്റെ ക്ഷീരമേഖലയുടെ വളർച്ച മിൽമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മിൽമ ഇന്ന് ഇന്ത്യയിലെ ക്ഷീര സഹകരണ ശൃംഖലയിൽ ഒന്നാമതായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും ഗുണനിലവാരം കൂടിയ പാൽ എന്ന ബഹുമതി ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളാണ് മിൽമ നേടിയെടുത്തത്. മിൽമയ്ക്ക് ഭീഷണിയായിട്ട് സാർ ഗുണമേന്മ കുറഞ്ഞ വ്യാജ പാൽ പാക്കറ്റുകൾ കേരളത്തിൽ വരുന്നുണ്ട് സാർ. സാർവത്രികമായി കടന്നു വരികയാണ് സാർ. കാലിത്തീറ്റയിലും പാലിലുമുള്ള അത്തരം വ്യാജന്മാരെ കണ്ടെത്തി ശക്തമായ പരിശോധനകൾ നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടി ഉണ്ടാവണം സാർ. സാർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നല്ല ഇടപെടൽ ഉണ്ടാവണമെന്ന അഭ്യർത്ഥനയാണ് വെക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിന് കാട്ടിൽ തന്നെ അവയ്ക്ക് വെള്ളവും ഭക്ഷണവും ഒരുക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം സാർ. ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. അത് ഫലപ്രദമായ രൂപത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം സാർ. ജനവാസ മേഖലയോട് ചേർന്നുള്ള വനാതിർത്തികളിൽ സൗരോർജ്ജ വേലി, സൗരോർജ്ജ തൂക്കുവേലി, ആനപ്രതിരോധ മതിലുകൾ, കിടങ്ങുകൾ, ക്രാഷ് ഗാർഡ്, റോപ്പ്, സാർ ഒരു മിനിറ്റ് സാർ, ഫെൻസിങ്, റെയിൽ ഫെൻസിങ്, ജൈവവേലി എന്നിവ നിർമ്മിക്കുകയും കാലാകാലങ്ങളിൽ ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് അറ്റകുറ്റകൾ പണി നടത്തി സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കിട്ടിയതാണ് സാർ. പക്ഷേ ഇതൊക്കെ തന്നെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഇറങ്ങി വരികയാണ് സാർ. അതിലൂടെ ജനങ്ങൾക്കടക്കം ഗ്രാമീണ ജനങ്ങൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് സാർ. അതോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കളടക്കം ഭീഷണി ഉണ്ടാകുന്ന, അപകടങ്ങൾ ഉണ്ടാകുന്നു, മരണം ഉണ്ടാകുന്നു ഒക്കെ തന്നെ ചെയ്യുന്നു. അവർക്കൊക്കെ തന്നെ കോമ്പൻസേഷൻ നൽകാനുമുള്ള നടപടികൾ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 3 ധനാഭ്യർത്ഥനകളെയും ഒന്നുകൂടി പിന്തുണർച്ചുകൊണ്ട് നിർത്തുന്നു.